ഇനി അങ്ങയുടെ തുടർന്നുള്ള ഒരു ആത്മീയ മാർഗം, ആ അതിനെക്കുറിച്ച് അങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയണം നമ്മുടെ പ്രേക്ഷകർക്കും കൂടി. ഓക്കെ. അപ്പം തുടർന്നുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നേ ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് തുടർന്നുള്ളത് പറയാം. അതെ അതെ അപ്പോൾ ഞാനൊരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാരമ്പര്യ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ അപ്പനും അമ്മയും മതത്തിന്റെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു തന്ന ക്രിസ്തീയ മതത്തിനകത്തുള്ള ദൈവീകതയിലായിരുന്നു ഞാൻ വളർന്നു വന്നത്. അതെ. സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്കാലത്ത് യേശുവാണ് അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ആണ് ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മതം എൻ്റെ മനസ്സിനകത്തേക്ക് നിറച്ചത്. അപ്പൊ എൻ്റെ ആദ്യകാലത്തെ ദൈവസ്നേഹം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനോടുള്ള ആരാധനയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ വളർന്നു വരുംതോറും എൻ്റെ സംശയങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഉം. അപ്പോൾ ഞാൻ പലപ്പോഴും അച്ഛന്മാരോടും പ്രാസംഗികന്മാരോടും അതുപോലെ ചർച്ചിനകത്തുള്ള മറ്റുള്ള ടീച്ചേഴ്സിനോടും ഒക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊന്നും എനിക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ തരാനായിട്ട് പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഒരു സത്യാന്വേഷണത്തിന്റെ ഒരു പാത എൻ്റെ മുമ്പിൽ തുറന്നത്. എൻ്റെ സംശയങ്ങളും എൻ്റെ ചോദ്യങ്ങളുമായിരുന്നു.